മനപ്പാസത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം UDF തരംഗത്തിലും ഇടതുമുന്നണിക്കൊപ്പം നിന്ന മണ്ഡലം. ഇത്തവണ മണ്ഡലത്തിലെ വിജയം ആർക്കൊപ്പമായിരിക്കും? ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മനപ്പായസമാണ് ഇന്ന്. വർഷങ്ങളായി കൈവിട്ടുപോയ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കാൻ UDF ഇത്തവണ രംഗത്തിറക്കിയത് മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയാണ്. LDF ആകട്ടെ മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MP സമ്പത്തിന് തന്നെ അവസരം നൽകി. സമ്പത്ത് 2009 എങ്ങനെ മണ്ഡലം നിലനിർത്തിയെന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഇന്ന് മനപ്പായസം തുടങ്ങുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇരുമുന്നണികളും ഇവിടെ വിജയപ്രതീക്ഷയിലാണ്. CPMലെ സിറ്റിംഗ് MP A സമ്പത്തും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും തമ്മിലാണ് പ്രധാന മത്സരം. സാന്നിധ്യമറിയിക്കാൻ ചെറുപാർട്ടികളും സജീവമായി രംഗത്തുണ്ട്. നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ ആദ്യം പരിശോധിക്കാം. ിലെ മണ്ഡല പുനർനിർണയത്തിൽ ചിറയിൻകീഴ് ആറ്റിങ്ങലെന്ന് പേരുമാറി. വർക്കല, ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുണച്ചത് ഇടതുമുന്നണിയെ. അഡ്വക്കേറ്റ് A സമ്പത്ത് അന്ന് വിജയിച്ചത് 18,441 വോട്ടുകൾക്ക്. തൊട്ടുപിന്നിലെത്തിയ കോൺഗ്രസിലെ പ്രൊഫസർ G ബാലചന്ദ്രൻ 3,09,695 വോട്ടുകൾ നേടി. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 45.37% സമ്പത്തിന് ലഭിച്ചപ്പോൾ G ബാലചന്ദ്രന് കിട്ടിയത് 42.83% വോട്ടുകൾ. 1991 മുതൽ CPMനെ തുറച്ച മണ്ഡലത്തിൽ A സമ്പത്തിന്റെ വിജയം പാർട്ടി ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഭൂരിപക്ഷം 18,000-ലും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നുവെന്നതാണ് വാസ്തവം. പരമ്പരാഗത CPM വോട്ട് ബാങ്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ അപരിചിതനാണെന്നതുമായിരുന്നു ആത്മവിശ്വാസത്തിന്റെ ഘടകങ്ങൾ. എന്നാൽ UDFന് വിജയിക്കാവുന്ന മണ്ഡലം സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നഷ്ടപ്പെടുത്തിയെന്ന പരാതി ഇന്നും മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. പ്രൊഫസർ G ബാലചന്ദ്രൻ പ്രചാരണത്തിനിറങ്ങുമ്പോഴേക്കും 1996 മണ്ഡലത്തിൽ നിന്നും വിജയിച്ച A സമ്പത്ത് ഒരിടവേളയ്ക്ക് ശേഷം രണ്ടാം വിജയം ലക്ഷ്യമിട്ട് പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറുകയും ചെയ്തിരുന്നു. വികസന പിന്നോക്കാവസ്ഥ മുതൽ 98-ലും 99-ലും 2004-ലും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വർക്കല രാധാകൃഷ്ണനെ ഒഴിവാക്കിയതുവരെ കോൺഗ്രസ് പ്രചാരണ രംഗത്തെ വിഷയങ്ങളാക്കി. ഫലം വന്നപ്പോൾ പക്ഷേ സംസ്ഥാനത്തെ 16 മണ്ഡലങ്ങളും UDFനെ തുണച്ചപ്പോഴും ആറ്റിങ്ങൽ ഇടതുപക്ഷം ചേർന്ന് നിന്നു. ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാനായില്ലെങ്കിലും 2009 തിരഞ്ഞെടുപ്പിൽ BJPയും പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. തോട്ടക്കാട് ശശിയാണ് താമര അടയാളത്തിൽ മത്സരിച്ചത്. ആകെ വോട്ടിന്റെ 6.59%, അതായത് 47,620 വോട്ടുകൾ അദ്ദേഹം നേടി. ദളിത് വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ 15,558 വോട്ടുകൾ നേടി BSP സ്ഥാനാർത്ഥി J സുധാകരനും സാന്നിധ്യമറിയിച്ചു. അങ്ങനെയുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നതിനാൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് A സമ്പത്ത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പാർലമെന്റിലും പുറത്തും താൻ നടത്തിയ ജനകീയ പോരാട്ടങ്ങൾ വോട്ടായി മാറുമെന്നും സമ്പത്ത് പറയുന്നു. നല്ല വിജയം നേടും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റിൽ നടത്തിയ പ്രവർത്തനങ്ങളും പാർലമെന്റിന് പുറത്ത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളും അതിൻ്റെ വെളിച്ചത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർലമെന്റിലെ ഇടപെടലുകൾ, അത് ഹാജർ നിലവാരമായാലും ചോദ്യങ്ങൾ ചോദിച്ചതിലുള്ളതായാലും അതിൽ ആ ചോദ്യങ്ങളുടെ നിലവാരത്തിലായാലും ചർച്ചകളിൽ പങ്കെടുത്തതിലായാലും അതിൽ നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികളിലായാലും അതുപോലെ തന്നെ പാർലമെൻ്ററി സമിതികളിലുള്ള പങ്കാളിത്തം, ആ പങ്കാളിത്തവും അതിൽ തന്നെ നമ്മൾ എവിഡൻസ് എടുക്കുന്നത്, തെളിവെടുപ്പ് പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കാര്യങ്ങൾ, അതിൽ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്, ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു കൂട്ടായത്നം നടത്തുന്നതിൽ അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് MP മാരോടൊപ്പം തന്നെ നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം, അതിൽ നമ്മളൊരു നിരന്തര പ്രക്രിയ ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. 50 കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് ചെയ്യാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് കഴിയാത്തത്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തന്നെ 5 കൊല്ലം അധികാരത്തിലിരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ MP ആയാലും ഭരണപക്ഷ MP ആയിരുന്നാലും പെട്ടെന്ന് അത്തരം മാന്ത്രിക വിദ്യകളൊന്നും ചെയ്യാനായി അങ്ങനെ ആർക്കും കഴിയില്ല. അതിന് ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വത്തെയും ഞാൻ കുറ്റം പറയുകയല്ല. ഇവിടെ വാസ്തവത്തിൽ കേന്ദ്രത്തിലെയും കേരളത്തിലെയും കോൺഗ്രസ് നേതൃത്വം ജനങ്ങളോട് ഒളിച്ചു കളിക്കുകയാണ്. ആ പൊള്ളത്തരം തുറന്നു കാണിക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എത്ര പ്രചണ്ഡമായ, എത്രമാത്രം ഈ അസത്യ പ്രചരണങ്ങൾ കോൺഗ്രസ് നടത്താനായി പരിശ്രമിച്ചാലും ജനങ്ങളോട് ആ സത്യം തുറന്നു പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ജനങ്ങൾ കൃത്യമായ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതും.
എന്നാൽ ആറ്റിങ്ങൽ ഇടത് കോട്ടയല്ലെന്ന മനപ്പായസമാണ് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണനേത്. നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കെടുത്താൽ താൻ വിജയിക്കുമെന്നും ബിന്ദു കൃഷ്ണ പറയുന്നു. വോട്ട് തേടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയപ്പോൾ ജനങ്ങളുടെ വൻ സ്വീകരണമാണ് താൻ ഏറ്റുവാങ്ങിയതെന്നും ബിന്ദു പറയുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഇലക്ഷൻ കാലത്തുണ്ട്. കണ്ണ് നിറയും, നമ്മൾ സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ടൊക്കെ കണ്ണ് നിറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രം എടുത്തു പറയാം. അരുവിക്കര നിയോജകമണ്ഡലത്തിലെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു വയലിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇടറോഡ്, ഒരു ചെമ്മൺ പാതയിലൂടെ ഞങ്ങൾ പോവുകയായിരുന്നു. ഈ ഒരു സൈഡ് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഈ ഇടതുവശത്ത് നിൽക്കുമ്പോഴേ ഞങ്ങൾക്ക് കാണാം പ്രായമായവർ പല സ്ഥലത്തും ഞങ്ങളത് കണ്ടു. ഈ വളരെ ആവേശത്തോടുകൂടി 70-80 വയസ്സായ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ആവേശത്തോടുകൂടി മുദ്രാവാക്യവും സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ വിളിച്ച് ജയ്യൊക്കെ വിളിച്ച് ഒരു ആഘോഷതുല്യമായി അവർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയും ഞങ്ങളത് കണ്ടു. പക്ഷെ അടുത്ത് എന്ന് പെട്ടെന്നുള്ള ഹാരോണിക്കലൊക്കെ കഴിഞ്ഞ ഉടനെ ഒരു 70, എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യെങ്കിലും എൻ്റെ പെട്ടെന്നൊരു മനസ്സിൽ തോന്നുന്നു 70 വയസ്സിന് അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് ഒരു സാരി എൻ്റെ കയ്യിൽ തന്നു. മോളെ നീ ജയിക്കും, ഉറപ്പാണ്, മാമൻ ഉറപ്പാണ് ജയിക്കും, പക്ഷേ ജയിച്ചിട്ട് ഈ സാരി ഉടുത്തേ വരാവൂ. മാമൻ കർഷകനാണ്, അതുകൊണ്ട് വലിയ വിലയ്ക്ക് നിങ്ങൾ ഉടുക്കുന്ന അത്രയും സാരി വാങ്ങിക്കാൻ എനിക്ക് പൈസയില്ല, പക്ഷേ ഉള്ള പൈസ വെച്ചിട്ട് ഞാൻ നിനക്കൊരു സാരി തരുന്നു, ഇത് ഉടുത്തേ ജയിച്ചിട്ട് വരാവൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനൊരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ആ മാമൻ്റെ വാക്കുകൾ സത്യമാവുകയാണെങ്കിൽ തീർച്ചയായും അവിടേക്ക് ആ സാരി ഉടുത്ത് ഞാൻ പോകും. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDFന് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. പല ഘടകങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സിറ്റിംഗ് MPയുടെ നിർജീവത തന്നെയാണ്. പിന്നെ പഴയ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് വളരെയേറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളിലുള്ളത് 4ലും UDFൻ്റെ ജനപ്രതിനിധികളാണ്. ആ UDFൻ്റെ ജനപ്രതിനിധികൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് ഭൂരിപക്ഷം പേര് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും UDFന് നല്ല ഒരു രാഷ്ട്രീയമായ അടിത്തറ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ നടത്തിയ അവലോകന യോഗങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 8000-നും 10,000-നും വോട്ടിൽ ഭൂരിപക്ഷത്തിൽ UDFന് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ആകെ കൂട്ടിയാൽ UDF നല്ല തിളക്കമാർന്നൊരു വിജയം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കരഗതമാക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആറ്റിങ്ങലിലെ നിലവാരമുള്ള വിവരമുള്ള ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്നാണ് BJP സ്ഥാനാർത്ഥി ഗിരിജാകുമാരിയുടെ പ്രതികരണം. പ്രചാരണത്തിന് കിട്ടിയ പിന്തുണ വെച്ച് നോക്കുമ്പോൾ അട്ടിമറി വിജയം താൻ നേടുമെന്ന മനപ്പായസമാണ് BJPയുടെ. എനിക്ക് ആദ്യം ഒരു റൗണ്ട് മത്സരിക്കാൻ 7 മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടാമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അറിഞ്ഞപ്പോൾ തീർച്ചയായും ഈ 16ാമത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിന് പ്രധാന കാരണം കഴിഞ്ഞ 15 തവണയായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ വിവരമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് നല്ലപോലെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോൾ അവർ തന്നെ ഒരു മാറ്റം ആവശ്യപ്പെടുന്നു എന്ന് ഇങ്ങോട്ട് നമ്മളോട് പറയുകയാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള പ്രതികരണമാവും വോട്ടിലൂടെ അവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. BJPക്ക് വിജയസാധ്യത ഉണ്ടാവാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റം ആവശ്യപ്പെടുന്ന ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളുടെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പല തവണയായി പലരോടും പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം, നാടിൻ്റെ വികസനം, പിന്നെ നരേന്ദ്രമോദിജിയുടെ വികസന കാഴ്ചപ്പാട്, അതൊക്കെയാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. അതുപോലെ ചെറുപ്പക്കാരായ ഒരുപാട് ആൾക്കാർക്ക് 1,30,000-ഓളം ആൾക്കാർക്ക് ഇപ്പോൾ പുതുതായി യുവാക്കൾക്ക് വോട്ടുണ്ട്. അവരെല്ലാം തീർച്ചയായും ഒരു മാറ്റം ആവശ്യപ്പെടുന്നു എന്ന്. എൻ്റെ മോന് തന്നെ ഇപ്പോൾ ആദ്യത്തെ വോട്ടായിരുന്നു. അവൻ ആദ്യമായിട്ട് അവൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ്. അതുപോലെ ആ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം BJPക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് 100% വിജയപ്രതീക്ഷയാണുള്ളത്. 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങലിൽ സമ്പത്ത് ജയിക്കുമെന്ന് CPM സംസ്ഥാന സമിതി അംഗം ആനാവൂർ നാഗപ്പൻ പറയുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ലും LDF ലീഡ് നേടുമെന്നാണ് ആനാവൂരിന്റെ മനപ്പായസം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ 30,000 വോട്ടുകൾക്ക് 25,000-നും 30,000 വോട്ടുകൾക്ക് സമ്പത്ത് വിജയിക്കും. 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങൾ 4 മണ്ഡലങ്ങൾ ഞങ്ങൾ നിർബന്ധമായി ലീഡ് ചെയ്യും. 1 മണ്ഡലം ഏതാണ്ട് സമസമം നിൽക്കും. 2 മണ്ഡലം UDF ലീഡ് ചെയ്യാനാണ് സാധ്യത. ആറ്റിങ്ങൽ, വർക്കല, ചിറയിൻകീഴ്, നെടുമങ്ങാട് ഈ മണ്ഡലങ്ങൾ നിർബന്ധമായും LDF ലീഡ് ചെയ്യും. വാമനപുരം മണ്ഡലം LDF തന്നെയായിരിക്കും ലീഡ് ചെയ്യുക.
ഒരു ചെറിയ വോട്ട് മാത്രമേ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഏതാണ്ട് തുല്യം നിൽക്കുന്ന അവസ്ഥയാണ്. അവിടെ ഒരു കാരണവശാലും UDF ലീഡ് ചെയ്യില്ല. UDF ലീഡ് ചെയ്യുന്ന 2 മണ്ഡലങ്ങളാണ്, ഒന്ന് അരുവിക്കരയും കർണാടകയും. അത് പരമ്പരാഗതമായി UDFൻ്റെ മണ്ഡലങ്ങളാണ്. UDF തന്നെയായിരിക്കും ലീഡ് ചെയ്യുക. എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ UDFന് കിട്ടിയ ലീഡ് ഒരിക്കലും ഈ 2 മണ്ഡലത്തിലും ലഭ്യമാവില്ല. ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഒരു 13,000-14,000 വോട്ട് ഞങ്ങൾ ലീഡ് ചെയ്യും. 15,000-നകത്ത് വോട്ട് ഞങ്ങൾ ലീഡ് ചെയ്യാനാണ് സാധ്യത. വർക്കലയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ലീഡ് ചെയ്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഡ് ചെയ്തൊരു മണ്ഡലമാണ്. ആ കാൽക്കുലേഷൻ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ലീഡ് ചെയ്യും എന്നൊരു അഭിപ്രായം UDFനുള്ളത്. ഒരു കാരണവശാലും ലീഡ് ചെയ്യില്ല. 2009 നിന്ന് അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് 2009 നിന്ന് പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ട്. അന്ന് ഞങ്ങൾക്ക് പിന്തുണ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു മുസ്ലിം സംഘടനയുടെ കാൻഡിഡേറ്റ് ഉണ്ട്. അന്ന് അവർ നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു, LDFന് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അവർ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ആ വോട്ട് LDFന് കുറയും. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് മൈനസ് പോയിൻ്റായി ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം പ്ലസ് പോയിൻ്റാണ്. ഇത്തവണ പൊതുവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അതുപോലെ തന്നെ പൊതുവിലും UDFനെതിരായൊരു വികാരമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലുള്ളത്. ഒരു മൈനസ് പോയിൻ്റ് പോലും പാർലമെൻറ്റ് മെമ്പർ ഇന്ന കാര്യം ചെയ്തില്ല അല്ലെങ്കിൽ ഇന്ന കുഴപ്പമുണ്ട് എന്ന നിലയിൽ ഒരു വർത്തമാനം പോലും ആ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുണ്ടായില്ല. സാധാരണ ഉണ്ടാകുന്നതാണ്, ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ നല്ല പെർഫോമൻസാണ്. ഞങ്ങൾക്ക് അനുകൂലമായ വളരെ സാഹചര്യമാണ് പാർലമെൻറ്റ് മെമ്പറുടെ ഭാഗത്ത് നിന്ന് അയാളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് നമുക്ക് അനുകൂലമാണ്. എന്നാൽ ആറ്റിങ്ങലിൽ UDF ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് K. മോഹൻകുമാർ പറയുന്നു. സമ്പത്ത് ജനപ്രിയനാണെങ്കിലും ഇത്തവണ UDFന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്നാണ് തന്റെ മനപ്പായസമെന്ന് മോഹൻകുമാർ തുറന്നു പറയുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ചിറയൻകീഴ് ആയിരുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു 20-23 വർഷക്കാലമായി LDFൻ്റെ പാർലമെൻറ്റ് അംഗങ്ങളാണ് അവിടെ പ്രതിനിധീകരിച്ചിരുന്നത്. അപ്പോൾ ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ശക്തമായിരുന്നു. അതുപോലെ RSP LDF വിടുകയും UDFന് അനുകൂലമായ സാഹചര്യങ്ങൾ UDFൻ്റെ 4 MLAമാർ അതുപോലെ UDF ഗവൺമെൻറ് ആവിഷ്കരിച്ച വികസന പരിപാടികൾ വർക്കല കാട്ടാക്കട താലൂക്കുകൾ ഇവയൊക്കെ തന്നെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നങ്ങളായിരുന്നു. അവ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ UDF ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. ഞങ്ങൾ കാട്ടാക്കട അരുവിക്കര നിയോജക മണ്ഡലങ്ങളിൽ നല്ല ലീഡ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ ലീഡ് പ്രതീക്ഷിക്കുന്നു. വാമനപുരവും നെടുമങ്ങാടും ഒരു മികച്ച പ്രകടനം നടത്തിയതുകൊണ്ട് കഴിഞ്ഞ തവണത്തിനേക്കാൾ ലീഡ് UDFനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർക്കലയിലും ഞങ്ങൾ കോൺഗ്രസ് MLA ഉള്ള സ്ഥലമെന്ന നിലയിലും വർക്കല താലൂക്ക് രൂപീകരിച്ചതിന് ശേഷം ആദ്യം നടക്കുന്ന വിധിയെഴുത്തെന്ന നിലയിലും അവിടെയും ലീഡ് പ്രതീക്ഷിക്കുന്നു. ആറ്റിങ്ങലും ചിറയൻകീഴും മുൻ വർഷത്തേക്കാൾ മുമ്പോട്ട് പോകാൻ സാധിക്കും. LDF തന്നെ അവിടെ ലീഡ് ചെയ്യുമെങ്കിലും അവരുടെ ലീഡ് കുറയ്ക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നിങ്ങൾ പേരിട്ടിരിക്കുന്നത് പോലെയുള്ള മനപ്പായസം. ആറ്റിങ്ങലിൽ ഇരു മുന്നണികൾക്കൊപ്പം BJPയും വിജയപ്രതീക്ഷയിലാണ്. അങ്ങനെയെങ്കിൽ ആർക്കൊപ്പമാകും മണ്ഡലം നിൽക്കുക? രതീഷ് അനുദിന്റെ റിപ്പോർട്ടിലേക്ക്. വിജയം അതുമാത്രമാണ് LDFന്റെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങലിലെ അട്ടിമറി പ്രവചനങ്ങളെയെല്ലാം അവർ തള്ളിക്കളയുന്നു. 2009 മെച്ചപ്പെട്ട പ്രകടനമാകും 2014 സ്ഥാനാർത്ഥിയുടെയും നേതൃത്വത്തിന്റെയും ഉറച്ച പ്രതീക്ഷ. സിറ്റിംഗ് MPയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളിലെത്തിയെന്നും വോട്ടായി മാറുമെന്നുമാണ് LDFന്റെ ആത്മവിശ്വാസം.
ഗ്രാമീണ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നിലവാരം മെച്ചപ്പെടുത്താനായെന്നും പരമ്പരാഗത മേഖലയെ സഹായിച്ചെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തെ അവകാശവാദം. മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയമാകെ LDFന് അനുകൂലമാണെന്നും കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചെന്നും കണക്കാക്കുന്നു. ഗ്യാസ് വിലയും പൊതുവിപണിയിലെ വിലക്കയറ്റവും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. പുതു വോട്ടർമാരിൽ നല്ലൊരു പങ്കും CPMനെ സഹായിക്കുമെന്നും നേതൃത്വം കരുതുന്നു. വോട്ടിംഗ് ശതമാനം കൂടിയത് അതിലൂടെ അനുകൂലമാകും. ആറ്റിങ്ങൽ, ചിറയൻകീഴ് നിയമസഭാ മണ്ഡലങ്ങൾ വൻ ഭൂരിപക്ഷം നൽകുമെന്നും കണക്കാക്കുന്നു. ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല കോൺഗ്രസ് ക്യാമ്പിലും. ഉറച്ച ഇടതുപക്ഷ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന വാദത്തെ കണക്കുകൾ നിരത്തി അവർ തള്ളിക്കളയുന്നു. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തായിരുന്നു ആറ്റിങ്ങൽ. പക്ഷേ 4ാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ 1971 വയലാർ രവിയിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്ത പഴയ ചിറയൻകീഴ് മണ്ഡലം 77-ലും 80-ലും 84-ലും 89-ലും തുടർച്ചയായി 5 തവണ കോൺഗ്രസ് പ്രതിനിധികളെ ലോക്സഭയിലെത്തിച്ചു. പക്ഷേ 91 മുതലുണ്ടായ തുടർച്ചയായ തോൽവികൾക്ക് കോൺഗ്രസിന്റെ സംഘടനാപരമായ പ്രശ്നങ്ങളാണ് പലപ്പോഴും കാരണമായതെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കുറി സ്ഥാനാർത്ഥി വനിതയായതും മണ്ഡലത്തിൽ താമസിക്കുന്നുവെന്നതും അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്ത് കോൺഗ്രസ് ആണെന്നത് ഇക്കുറി ആത്മവിശ്വാസം കൂട്ടുന്നു. ചിറയൻകീഴും ആറ്റിങ്ങലും LDFന് ഭൂരിപക്ഷം നൽകുമെങ്കിലും അത് ഗണ്യമായി കുറയ്ക്കാനാകുമെന്നും നേതൃത്വം കരുതുന്നു. N ശക്തൻ പ്രതിനിധീകരിക്കുന്ന കാട്ടാക്കടയും G കാർത്തികേയന്റെ അരുവിക്കരയും വർക്കല കഹാറിന്റെ വർക്കലയും പാലോട് രവിയുടെ നെടുമങ്ങാടുമെല്ലാം മികച്ച പ്രകടനം പ്രതീക്ഷിക്കുന്നു. CPI ഉടക്കി നിൽക്കുന്ന വാമനപുരത്ത് ഇക്കുറി നേട്ടമുണ്ടാക്കാനാകുമെന്നും പ്രതീക്ഷയുണ്ട്. CPM അക്കൗണ്ടിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന S ഗിരിജാകുമാരി ഇടതുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് BJP കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ 47,000 ഇക്കുറി ഗണ്യമായി കൂടും. ചെറു പാർട്ടികൾ കൂടി സജീവമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ദളിത് സംഘടനകളായ DHRM, BSP സഖ്യവും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന വെൽഫെയർ പാർട്ടിയും SDPIയും RMPയും ഒക്കെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമോ എന്നും ജനവിധി ഉത്തരം നൽകും. ചുരുക്കത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും പ്രവചനാതീതമാണ്. നാളെ മറ്റൊരു ലോക്സഭാ മണ്ഡലവുമായി മനപ്പായസം കാണാം. നന്ദി, നമസ്കാരം.